ശാന്തി. മക്കളെ വളർത്തുന്നതിനെക്കുറിച്ച്, ഏത് കാലഘട്ടത്തിൽ ഏത് രീതിയിൽ മക്കളോട് പെരുമാറണം എന്നതിനെക്കുറിച്ചൊക്കെ യുഗങ്ങൾക്ക് മുന്നേ മനുസ്മൃതിയിൽ എഴുതിയിട്ടുള്ള ഒരു ശ്ലോകം ഞാൻ ഓർത്തു പോവുകയാണ്. ലാലയേത് പഞ്ചവർഷാണി ദശവർഷാണി താടയേത് പ്രാമേത്തു ഷോഡശേ വർഷേ പുത്രം മിത്രവദാചരേത് എന്ന് വർഷങ്ങൾക്ക് യുഗങ്ങൾക്ക് മുന്നേ മനുസ്മൃതിയിൽ എഴുതി വച്ചിട്ടുണ്ട്. ആ ശ്ലോകത്തിൻ്റെ അർത്ഥം ഇതാണ്: ആദ്യത്തെ 5 വയസ്സ് വരെയുള്ള സമയം എത്ര കുട്ടികളെ ലാളിക്കാമോ അത്രയ്ക്ക് ലാളിക്കാം. 5 വയസ്സ് മുതൽ 16 വയസ്സ് വരെയുള്ള 10 വർഷ കാലഘട്ടം എന്തൊക്കെ ഡിസിപ്ലിൻ, മര്യാദകൾ, അച്ചടക്കത്തിൻ്റെ ചിട്ടവട്ടങ്ങൾ എന്തൊക്കെ മക്കളെ പഠിപ്പിക്കണോ അതൊക്കെ പഠിപ്പിക്കാനുള്ള സമയമാണ് 5 മുതൽ 16 വയസ്സ് വരെയുള്ള സമയം. അതായത് ഒരു ദൂരദർശിനി വെച്ച് കുട്ടികളെ കണ്ടുകൊണ്ടിരിക്കും പോലെ എല്ലാ സമയത്തും നിങ്ങളുടെ കണ്ണ് മക്കളുടെ മേലെ ഉണ്ടായിരിക്കണമെന്നും അവർ ചെയ്യുന്ന ശരിയും തെറ്റും വിശകലനം ചെയ്തുകൊണ്ട് ശരിയായ അവരുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിന് വേണ്ടതായിട്ടുള്ള ടോട്ടൽ ഗൈഡൻസ് നിങ്ങൾ കൊടുക്കേണ്ട സമയം 16 വയസ്സ് വരെയുള്ള സമയമാണ്. അത് കഴിഞ്ഞാൽ മക്കളുടെ അടുത്ത് ഫ്രണ്ടിനെ പോലെ പെരുമാറണം. അപ്പോഴേ കുട്ടികൾക്ക് നിങ്ങളുടെ അടുത്ത് മനസ്സ് തുറക്കാനും സംസാരിക്കാനും സാധിക്കും. പക്ഷേ ഇന്നത്തെ കാലത്ത് എന്താ അവസ്ഥ എന്നറിയോ? 5 വയസ്സ് വരെ കുട്ടി വാശി പിടിക്കുമ്പോഴേക്കും പിണങ്ങുമ്പോഴത്തേക്കും അച്ഛനും അമ്മയും കണ്ണൂരിട്ടും ചീത്ത പറയും, അല്ലെങ്കിൽ വിരൽ ചൂണ്ടും, പേടിപ്പിക്കും. ആ കുട്ടിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഭയത്തിൻ്റെ, ടെൻഷൻ്റെ, വറിയുടെ ഒക്കെ എല്ലാ ട്രെയിനിങ്ങും 5 വയസ്സ് മുന്നേ കൊടുക്കാൻ നോക്കും. 5 വയസ്സ് തൊട്ട് കുട്ടി കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങും. അച്ഛനും അമ്മയും കണ്ണ് കാണിച്ച പോലെ അച്ഛനും അമ്മയോടും കണ്ണ് കാണിക്കാൻ തുടങ്ങും. അപ്പോൾ തൊട്ട് പിന്നെ കുട്ടികൾക്ക് എൻ്റെ ജീവിതത്തിൽ ഇതൊന്നും അനുഭവിച്ചിട്ടില്ല, ഞാൻ ഈ സുഖമൊന്നും അനുഭവിച്ചില്ല, എൻ്റെ കുട്ടി എല്ലാം അനുഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ മാക്സിമം സുഖിപ്പിക്കും. 16 വയസ്സ് കഴിയുമ്പോൾ പിന്നെയാണ് അച്ഛനും അമ്മയും ട്രെയിനിങ്, ഡിസിപ്ലിനൊക്കെ ആരംഭിക്കുന്നത്. അപ്പോഴത്തേക്കും കുട്ടികൾ ശത്രുവാവുകയും ചെയ്യും. അതുകൊണ്ട് ഇത് തെറ്റായൊരു രീതിയാണ്. ഇത് 5 വയസ്സ് വരെയുള്ള സമയത്ത് ഒരു കുഞ്ഞിൻ്റെ ലൈഫിൽ സെക്യൂരിറ്റി മാത്രം ഫീൽ ചെയ്താലാണ് അവന് മുജ്ജന്മത്തിൻ്റെ എല്ലാ സ്മൃതികളെയും മറന്നുകൊണ്ട് അവൻ്റെ ഇൻ്റലക്റ്റിൻ്റെ ആദ്യത്തെ എല്ലാ സ്മൃതികളുടെ ഉള്ളിലും എല്ലാ നെറ്റ്വർക്കിലും സ്ട്രോങ് വയറുകൾ കൊണ്ട് അഥവാ സ്ട്രോങ് ആയിരിക്കുന്ന മെമ്മറി കൊണ്ട് ആ ഫീലിംഗ് ഓഫ് സെക്യൂരിറ്റി ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് ഒരു കുട്ടിയുടെ ഡെവലപ്മെൻറ്റ് അഥവാ അവരുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ആരംഭിക്കുന്നതായിട്ടുള്ള സമയം. അത് കഴിഞ്ഞ ശേഷം പിന്നെ ലൈഫിൽ ഓരോ ഘട്ടത്തിലും എന്ത് ശരി എന്ത് തെറ്റ് എന്ന്, ശരിയും തെറ്റും എന്തെന്ന് പോലും മനസ്സിലാക്കാതെ കുട്ടികൾ മാതാപിതാക്കളുടെ ട്രെയിനിങ്ങിൽ സ്വയം അവനവനെ ഒബ്സേർവ് ചെയ്തെടുക്കുന്നതായിട്ടുള്ള സമയമാണ് 8-10 വയസ്സ് വരെയുള്ള സമയം. അത് കഴിഞ്ഞുള്ളതായിരിക്കുന്ന സമയത്ത് അവരുടെ ഡിസിഷൻ അനുസരിച്ച് അവർ ഓരോ കർമ്മങ്ങളും ചെയ്യുമ്പോഴും അതിൽ എന്താണ് ശരിയെന്നും എന്താണ് തെറ്റെന്നും പറഞ്ഞു കൊടുത്തുകൊണ്ട് ആ ബോധവൽക്കരണത്തിലൂടെ മക്കളെ ശരിയായ ഗൈഡൻസ് കൊടുത്ത് അവരുടെ ജീവിതത്തിന് 16 വയസ്സാകുമ്പോഴത്തേക്കും ആ സമയമാകുമ്പോഴത്തേക്കും അവരുടെ ലൈഫ്, അവരുടെ പേഴ്സണാലിറ്റി, അതിൻ്റെ ഡെവലപ്മെൻറ്റ് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ഡെവലപ്പിംഗ് പീരീഡിൽ അഥവാ ആ 5 വയസ്സ് മുതൽ 16 വയസ്സ് വരെയുള്ള സമയത്ത് എത്ര സമയത്ത് ഉണരണം, എന്തരുത് എന്നും എന്ത് വേണമെന്നും ചെയ്യേണ്ടതും ചെയ്യേണ്ടാത്തതും പഠിക്കേണ്ടതും പഠിക്കേണ്ടാത്തതും ജീവിതത്തിൽ എന്ത് ശരി തെറ്റ് എന്നുള്ളതായിട്ടുള്ള ബോധത്തോടു കൂടി കുട്ടികൾ ഡെവലപ്പ് ചെയ്ത് വരേണ്ടതായിട്ടുള്ള പീരീഡാണ് 16 വയസ്സ് വരെയുള്ള സമയം. അത് കഴിഞ്ഞാൽ 16 വയസ്സ് കഴിയുമ്പോഴത്തേക്കും കുട്ടി ടീനേജ് ആയി കഴിയുമ്പോഴത്തേക്കും കുട്ടികളുള്ളിൽ നിന്നൊക്കെ തന്നെ ഒരു ഡെവലപ്ഡ് പേഴ്സണാലിറ്റിയുടെ ആക്ടിവിറ്റീസ് വരാൻ തുടങ്ങും. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ ഒരു ശിക്ഷകൻ്റെ, ഒരു ടീച്ചറുടെ രൂപത്തിൽ കുട്ടിയുടെ അടുത്ത് പോയാൽ ആ കുട്ടിക്ക് സ്വീകരിക്കാനാവില്ല. അഡ്വൈസ് കേട്ട് മതിയായി, നിർത്തുന്നുണ്ടോ ഉപദേശം എന്ന് ചോദിക്കുന്ന മക്കളെ വരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഉപദേശിക്കേണ്ട സമയമല്ല, ഫ്രണ്ടായിക്കൊണ്ട് അതുവരെ നിങ്ങൾ എത്രത്തോളം ആ കുട്ടിയുമായിട്ടുള്ള അടുപ്പം, ഡെവലപ്മെൻറ്റ്, നിങ്ങളെക്കുറിച്ചുള്ള റെസ്പെക്റ്റ്, ഇതൊക്കെ നിങ്ങൾ ആ കുട്ടിയിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടോ ആ ഡെവലപ്പ് ചെയ്തതായിട്ടുള്ള പേഴ്സണാലിറ്റി നിങ്ങളോട് ഒരു ഫ്രണ്ടിനെ പോലെ നല്ലൊരു മിത്രമായിക്കൊണ്ട് പെരുമാറാൻ തുടങ്ങിയെങ്കിൽ നിങ്ങൾക്ക് പേടിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് 5 വയസ്സ് മുതൽ 16 വയസ്സ് വരെയുള്ള സമയത്ത് അച്ഛനും അമ്മയും TV കണ്ടിട്ട് നീ പോയിരുന്ന് പഠിക്കടാന്ന് പറഞ്ഞാൽ കുട്ടിക്ക് പഠിക്കാൻ പറ്റില്ല. അച്ഛൻ എല്ലാ നേരത്തും മൊബൈൽ ഇങ്ങനെ ഞെക്കിക്കൊണ്ടേയിരിക്കുക. അത് കഴിഞ്ഞ ശേഷം നീ എന്താ ഇങ്ങനെ മൊബൈൽ ഉപയോഗിക്കുന്നത്, മാറ്റി വയ്ക്കുകയെന്ന് പറഞ്ഞാൽ കുട്ടിക്ക് മാറ്റി വയ്ക്കാൻ സാധ്യമല്ല. അച്ഛൻ ഫോൺ എടുത്തിട്ട് മോനെ അച്ഛനോട് ഇല്ലയെന്ന് പറയുക, അത് കഴിഞ്ഞ ശേഷം നീ ഒരിക്കലും അസത്യം പറയരുതെന്ന് പറഞ്ഞാൽ കുട്ടിക്ക് അസത്യം പറയാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു കുഞ്ഞിൻ്റെ ജീവിതം ഡെവലപ്പ് ചെയ്യുന്നത് മാതാപിതാക്കളുടെ കൈകളിലാണ്. അതുകൊണ്ട് അവർക്ക് കൊടുക്കാവുന്നതിൻ്റെ ആദർശത്തിൻ്റെ മാതൃകകളായിട്ട് മാറിക്കൊണ്ട് മക്കൾ 16 വയസ്സ് വരെയുള്ള കാലഘട്ടം നിങ്ങൾ സ്വയം ശ്രദ്ധിച്ചാൽ
16 വയസ്സിന് ശേഷം നിങ്ങൾക്ക് നല്ല ആത്മമിത്രങ്ങളെ കിട്ടും, നിങ്ങളുടെ സഹായികളെ കിട്ടും, എന്ത് റെസ്പോൺസിബിലിറ്റിയിലും തോളോട് തോൾ ചേർന്ന് നിൽക്കാനുള്ള വലങ്കൈകളായിരിക്കുന്ന മക്കളെ കിട്ടും. അതുകൊണ്ട് ഈ 3 ഏജിലും ഈ രീതിയിൽ ട്രെയിനിങ് കൊടുക്കാൻ നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. നിങ്ങളങ്ങനെ ശ്രദ്ധിക്കും എന്ന ഉറച്ച വിശ്വാസത്തോടെ നിർത്തട്ടെ. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.